എന്റെ മരുമകനാകുന്നവനല്ലേ? അതിൽ കുറഞ്ഞൊരു പാരിതോഷ്യം ഞാൻ എങ്ങനെ കൊടുക്കും അംബികെ? സത്യപ്രതിജ്ഞയും കല്യാണവും പുതിയ വീടിന്റെ പാലുകാച്ചും ഒരുമിച്ച് നടത്തിയാ മതി. അവളുടെ ഒരു ചോദ്യം. ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെടി യാമിനി. ഇത് പ്രതാപവർമ്മയുടെ ദിവസമല്ല, എൻ്റെ മകൻ ദീപകിൻ്റെ ദിവസമാണ്. അതിനുള്ളതെല്ലാം എൻ്റെ മകൻ ഒരുക്കിയിട്ടുണ്ടാവും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ വിജയിക്കും. അതിലൊരു സംശയമില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലും നമ്മൾ മാറി മാറി പോണം. വോട്ടർമാരെ ശ്രീ കാണണം. മനസ്സിലായോ? ഈ എരണം കിട്ട തള്ളയാണല്ലോ കണി. ഞാൻ ശ്രീമോളെ അനുഗ്രഹിച്ച് അയക്കാൻ വന്നത്. എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും മോക്കുണ്ടാവും. എന്റെ വോട്ടും മോക്ക് തന്നെ. അയ്യോ, അത് ചെയ്യുന്നതിന് മോളെനിക്ക് കാശൊന്നും തരണ്ട. ആ വോട്ട് വല്യമ്മ മോക്ക് തരുന്ന ഒരു സംഭാവനയായിട്ട് കരുതിയാ മതി. അതിന് വല്യമ്മയുടെ വോട്ട് ഇവിടെയാണോ? പിന്നെ എന്റെ വോട്ട് ഇവിടെയാ. മോൾ ഉറപ്പായും ജയിക്കും. എന്നാ പോയിട്ട് വരട്ടെ വല്യമ്മേ. എന്നാ പോയിട്ട് വാ മക്കളെ, പോയിട്ട് വാ. പിന്നെ സ്വന്തം മോന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളാ ആ പേ പിടിച്ച രുക്മിണി. അവള് പറയുന്ന വാക്യം കേട്ട് നടക്കുന്ന തലച്ചോറില്ലാത്ത ഈ കഴുതയ്ക്ക് ആരോട്ട് കൊടുക്കാനാ? എന്റെ 33 കോടി ദൈവങ്ങളെ, എവള് തോറ്റു തുന്നം പാടണേ. അത് പറഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസമായി. നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലേക്കും നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ 8.5 കമ്പി സ്ക്വാഡുകളെ ഉടനെ അയച്ചേക്കണം. എല്ലാ സ്ക്വാഡുകളിലും മൊത്തം ഗുണ്ടകളാണ്. ഇടിയും കത്തിക്കുത്തും ഉണ്ടാക്കി ഇലക്ഷൻ അലങ്കോലമാക്കരുതെന്ന് കർശനമായ ഓർഡർ എല്ലാവർക്കും കൊടുത്തേക്ക്. ഇലക്ഷൻ കഴിഞ്ഞ് കത്തിക്കുത്തുണ്ടാക്കി ആരെങ്കിലും കൊന്നാലും വിരോധമില്ല. അളിയ പൊടിയാടി. നില്ലളിയ, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ, വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന എല്ലാവന്മാരെ എടുത്തോണ്ട് വന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ഈ 2 പെഗും ഓരോ മുട്ടയും കൊടുത്തു വിട്ടേക്ക്. ബാറുകളിലേക്കുള്ള പാസുകൾ അതാത് ബൂത്തുകളിലെ ഏജന്റുമാർ വിതരണം ചെയ്യുന്നുണ്ട്. പൊടിയാടി. നിക്കളിയ, ഈ അവിഞ്ഞതും ചീഞ്ഞതുമായ സെറ്റപ്പൊക്കെ എനിക്കാണല്ലോ. ഭരണം കിട്ടിയ നിങ്ങൾ സെക്രട്ടേറിയറ്റിലും. എടേ, എല്ലാ ബൂത്തിലും കള്ള വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ചടപടാന്ന് അടിച്ചു തരും. കൈവിരലിലെ മഷി മാച്ച് കളയാനുള്ള ആന്റിബയോട്ടിക് ആസിഡുകൾ ബൂത്തുകൾ തോറും ലിറ്റർ കണക്കിന് വിതരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് ആലോചിച്ചിട്ട് പാസ് ചെയ്യാം. ശരി എന്നാ. പറയാളിയാ. അടികൊള്ളിക്കര വില്ലേജിൽ കൊമ്പുമട ഭാഗത്ത് കൃത്യം 810 വോട്ടുകൾ ദേ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. ഒറ്റപ്പിടുത്തം പിടിച്ച ആ 812 വോട്ടും ഇങ്ങി പോരും. സത്യമാണോ അളിയാ? 812 വോട്ടോ? കൃത്യം 812 വോട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ അറിയാമോ? ആ ശവന്തിന് ചാക്കോച്ചന. അയാള് ആ മൊത്തം വോട്ടും മറിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാള് എത്രയാ എമൗണ്ട് പറയുന്നത്? ശവന്തി എനിക്ക് 1 ലക്ഷം, പിന്നെ വോട്ട് ആളതിന് 5000. പിന്നെ ആലോചിക്കുന്നത് എന്തിനാ ജയ? കാശല്ലേ ദാ ഇരിക്കുന്നത്. കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് വോട്ട് മറിക്ക്. ദൈവമേ, ഈ കാശൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി എവിടെ സൂക്ഷിക്കും? പ്രിയയോട് കുഴിച്ചിടാൻ വല്ലതും പറയാം. ഇനി ഇത് കള്ളനോട്ട് വല്ലതും ആണോ? വേഗം പോടോ, അല്ലെങ്കിൽ വോട്ട് വേറെ ആരെങ്കിലും മറിക്കും. ഓ, ചെറിയ അത്യാവശ്യം. ഓക്കെ. ഗുഡ് മോർണിംഗ് അംബിക. ഗുഡ് മോർണിംഗ്. എന്താ, വോട്ട് ചെയ്യാൻ പോയില്ലേ? ഇല്ല, പോണം. ദേ വരുന്നു സൽപുത്രൻ. ആ വരവ് കണ്ടില്ലേ? എന്താ ഒരു തേജസ്, രാജകലയല്ലേ? അതിനെന്താ സംശയം?
അവനൊരർത്ഥത്തിൽ രാജകുമാരനല്ലേ? ഉം. അതെ 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 അതെ. ഹാ. ഇനി തിരഞ്ഞെടുപ്പിൽ അവൻ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 100% വിജയം. വൻപിച്ച വിജയം. വല്ല മണ്ടനും അറിയാതെ വർമ്മയ്ക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് മാത്രമേ അയാൾക്ക് കിട്ടൂ. നാളെ മുതല് മുഖ്യമന്ത്രിയല്ലേ? എന്റെ മരുമകനാകുന്നവനല്ലേ? അതിൽ കുറഞ്ഞൊരു പാരിതോഷ്യം ഞാൻ എങ്ങനെ കൊടുക്കും അംബികെ? സത്യപ്രതിജ്ഞയും കല്യാണവും പുതിയ വീടിന്റെ പാലുകാച്ചും ഒരുമിച്ച് നടത്തിയാ മതി. സത്യപ്രതിജ്ഞ, പാലുകാച്ച്, കല്യാണം, കല്യാണം, പാലുകാച്ച്, സത്യപ്രതിജ്ഞ. ചേലച്ചോണ്ട് നിൽക്കാതെ ആ കാർ എടുത്ത് ബൂത്തായ ബൂത്തുകൾ തോറും ഓടണോ? ആ ശരി സാർ, ഒന്ന് മാറി തരട്ടെ. ഓരോ പഞ്ചായത്തിലും നമുക്ക് എത്ര വീതം വോട്ടുകൾ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഏകദേശ കണക്കില്ല രാജു? ഏകദേശ കണക്കല്ല ശേഖരൻ സാറേ, ഉറപ്പുള്ള കണക്കാണ് എടുത്തിരിക്കുന്ന. ഓ, വർമ്മ സാർ കൂടി വരട്ടെ, ആ കണക്ക് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. ശരി. അപ്പൊ ജയിക്കുന്ന ഉറപ്പായല്ലോ, അത് മതി. ജയിക്കുമെന്ന് നമുക്ക് 110% ഉറപ്പാ. ഞാൻ ഇപ്പൊ കണക്ക് നോക്കുന്നതേ ഭൂരിപക്ഷം എത്ര കിട്ടുമെന്നാ. ഒരു 30,000 ഭൂരിപക്ഷം കിട്ടുമോ രാജു? അതില് കൂടുതൽ കിട്ടുമെന്നാ എന്റെ കണക്ക്. നമുക്ക് ലീഡ് കിട്ടുന്ന പഞ്ചായത്തുകളുടെ ഒരു കണക്ക് പറയാം. മാടപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അല്ലേ ഉള്ളൂ? അതെ, കാനക്കാരി മുനിസിപ്പാലിറ്റി. അവിടെ നമുക്ക് വൻ ലീഡാ. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാൻ ഈ ദൃക്സാക്ഷിയെ അങ്കിളും മോൾക്കങ്ങ് തിരികെ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മ തോൽക്കണം.